ഒന്നും പറയാനില്ല, തവിട്ട് പൊട്ടി. നമ്മൾ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച ടീം, അതുപോലെ തന്നെ ഏറ്റവും മികച്ച ബാറ്റിംഗ് നിര, ബോളിംഗ് നിര, ബാറ്റിങ്ങിലെടുത്താൽ ടോപ്പ് 10-ൽ 2 ബാറ്റ്സ്മാൻമാർ, അതുപോലെ തന്നെ ബോളിങ്ങിലെടുത്താൽ ലുങ്കി എങ്കടി, കോർബിൻ ബോഷ്, മാർക്കോ യാൻസൺ, നമ്മൾ എന്തൊക്കെയോ നമ്മൾ കൊട്ടിഘോഷിച്ച സൗത്ത് ആഫ്രിക്ക തകർന്ന് തരിപ്പണമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ന്യൂസിലാൻഡ് അങ്ങ് തീർത്ത് കളഞ്ഞു. അപ്പോൾ ഇന്ന് ആകെ ഒന്ന് പിടിച്ചെന്ന് ഇപ്പോൾ ഡിവാൾ ബ്രെവിസ് 34 റൺസ് എടുത്തിട്ട്, അതുപോലെ തന്നെ ട്രിസ്റ്റൻ സബ്സിൻ്റെ ചെറിയൊരു ഇന്നിങ്സ്, ഇതൊക്കെയാണ് ഒരു ഭേദപ്പെട്ട് പോകണം. പിന്നെ മാർക്കോ യാൻസൺ മാത്രമാണ് ഇന്നൊരു 20-20 ഇന്നിങ്സ് കളിച്ചത്. അതുകൂടി ഇല്ലെങ്കിൽ അവർ തീർന്നു പോയാൽ നേരത്തെ. ഇപ്പോൾ 169 റൺസാണ് അവർക്ക് 8 വിക്കറ്റിൽ നേടാനായത്. ന്യൂസിലാൻഡിൻ്റെ ബോളേഴ്സ് ചിട്ടയായിട്ട് എറിഞ്ഞിട്ടുണ്ട്. കുറച്ച് അവസരങ്ങൾ അവർക്ക് സൗത്ത് ആഫ്രിക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മില്ലർക്കാണെങ്കിൽ, അതുപോലെ അവരെ ഇപ്പം ജഡേജയൊക്കെ സാധാരണ ഒരു ക്യാച്ച് പോലും ഇവിടുന്ന് നമ്മൾ കാണാറില്ല. അതുപോലെ ഗ്ലാൻ ഫിലിപ്സ് ഒരൊറ്റ സിംഗിൾ ക്യാച്ച് പോലും അദ്ദേഹം ഒരു ടൂർണമെൻറ്റിലും നമ്മൾ, അതായത് പറന്നൊക്കെയാണ് പിടിക്കൽ, ഒരു സാധ്യതയില്ലാത്ത ക്യാച്ചുകളൊക്കെ പിടിച്ചിട്ടാണ് അദ്ദേഹം മാച്ച് വിൻ ചെയ്യാറ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ കൈകൾ പോലും വിറച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അത് മുതലാക്കാൻ പോലും സൗത്ത് ആഫ്രിക്ക പറ്റിയില്ല എന്നുള്ളതാണ്. മറുപടി ബാറ്റിങ്ങിൽ 13 ഓവറിൽ കളി അങ്ങ് തീർത്തു. അതായത് ഫിന്നലൻ്റെ 33 ബോൾ സെഞ്ചുറി, അതായത് T20 വേൾഡ് കപ്പിലെ ഏറ്റവും വേഗതയാർന്നൊരു സെഞ്ചുറിയാണ്. പിന്നെ ടീം സേഫായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഇവർ രണ്ടുപേരും തന്നെയാണ് ന്യൂസിലാൻഡിനെ കളി മുമ്പോട്ട് കൊണ്ടുവന്നത് ഈ ടൂർണമെൻറ്റിൽ. ബാക്കി ബാറ്റ്സ്മാൻമാരൊന്നും കാര്യമായിട്ടൊന്നും പെർഫോം ചെയ്തിട്ടില്ലായിരുന്നു ഇതുവരെ തന്നെ. ഇന്നും അവരങ്ങ് കളി തീർത്തു. ഒരു വിക്കറ്റ് മാത്രമാണ് പോയത്. സീഫർട്ടിൻ്റെ ഒരു വിക്കറ്റ് നഷ്ടമായത് വെച്ചാൽ രണ്ടുപേരും, സീഫർട്ടും അർദ്ധശതം നേടിയിട്ടുണ്ട്. ഫിന്നലൻ അത് ഇന്നത്തെ കളി ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച ഇന്നിങ്സ് തന്നെയാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ന്യൂസിലാൻഡ് ഫൈനലെത്തി. അപ്പോൾ ഇന്ത്യ ഫൈനലെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു ടീം തന്നെയാണ് ന്യൂസിലാൻഡ്. എന്തായാലും ഫൈനലിൽ ഇന്ത്യ എത്തുമെന്നുള്ളത് നമുക്ക് ആദ്യം കാത്തിരുന്ന് കാണാം. എത്രയും നമുക്ക് ആശ്വസിക്കാം. എത്തിയാൽ നമുക്ക് ന്യൂസിലാൻഡുമായിട്ടുള്ള പോരാട്ടം നമുക്ക് കാത്തിരുന്ന് കാണാം.